കാറായിട്ട് പോകുമ്പോണ്ട് ആ പെണ്ണ് ഓട്ടോയിൽ വന്നാണ്ട് റോഡ് സൈഡിൽ ഒരു പോക്കറ്റ് റോഡ് മേലെ ഇറങ്ങുന്നു ആരുടെ വീട്ടിലേക്ക്. അപ്പം ഞാൻ കാറ് നിർത്തിയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ കാറിലേക്ക് കയറി, ഞാൻ നിങ്ങൾ വിളിച്ചതല്ലേ, നമുക്ക് ഈ വിഷയം എന്താ വെച്ചാൽ സംസാരിക്കണം, വീട് പണി തീർക്കണ്ട നമുക്ക് എന്ന് ചോദിച്ചു. ഞാൻ വരൂല എന്ന് ഇങ്ങനെ കുന്തിരിടുക്ക പെണ്ണ് കുന്തിരിടുത്താണ്ട് ഒരൊറ്റ പോക്കാണ്ട് പോയി. അപ്പം ഞാൻ ഈ വിഷയം എന്ന് വെച്ചാൽ മങ്കടയിൽ ഞാൻ ഏറ്റെടുത്തൊരു വീടിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വയനാട്ടിൽ ഒരു കിണറും. ഞാൻ സൗദിയിൽ നിന്ന് വന്ന പാടന്നെ ഞാൻ പറഞ്ഞ വയനാട്ടിലുള്ള വീടിൻ്റെ വർക്ക് അല്ല, വയനാട്ടിലുള്ള കിണറിൻ്റെ വർക്ക്, കിണറിൻ്റെ വർക്ക് ഞാൻ പൂർത്തീകരിച്ചു അൽഹംദുലില്ലാ. പിന്നെ മങ്കടയിലുള്ള വീട് പണി അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ ആ വീടിൻ്റെ വർക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതിൻ്റെ സമയത്ത് എന്നെ അബ്ബാസ് അലി മങ്കട എന്ന് പറയുന്ന അവരാണ് എന്നെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ളത്. അവർ ക്ഷണിച്ചതിന് ശേഷം ഞാൻ അവിടെ പോയതിന് ശേഷം ഞാൻ പിന്നെയും അപ്പോൾ ഫസ്റ്റ് പോയി ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു പോന്നതിന് ശേഷം ഞാൻ ആ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. വീണ്ടും അവിടുത്തെ ആ ഒരു പെണ്ണ് എന്നെ വിളിച്ചിട്ട് നിങ്ങൾ വരണം, വീഡിയോ ചെയ്തു തരണം എന്ന് വീണ്ടും ആവശ്യപ്പെട്ടപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്ന അതേ കാര്യം തന്നെ അവരോട് പറഞ്ഞു. ഈ വീഡിയോയിൽ 1 രൂപ വന്നാലും 1 ലക്ഷം വന്നാലും 10 ലക്ഷം വന്നാലും 1 കോടി വന്നാലും നിങ്ങൾക്ക് എടുക്കാം, ബാക്കിയുള്ളത് ഇവിടുത്തെ കമ്മിറ്റി തീരുമാനിക്കും. എനിക്ക് ഇങ്ങോട്ട് വരുന്ന പെട്രോളിൻ്റെ പൈസ പോലും വേണ്ട എന്നുള്ളത് എല്ലാവരോടും വീഡിയോ ചെയ്യാൻ വിളിക്കുന്ന എല്ലാവരോടും പറയുന്ന കാര്യം അവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. പക്ഷേ ആ വീടിൻ്റെ തറപ്പണി വീടിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് പിന്നെ അവർ അത് ഫസ്റ്റ് തന്നെ അത് പൊളിച്ചിടാനും വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ തിരക്ക് കൂട്ടിയത് ആ വീട്ടിലുള്ള സ്ത്രീയാണ്. നിങ്ങളിത് വന്നിട്ട് തുടങ്ങി വെക്കുക, അല്ലെങ്കിൽ ഓഫറുകൾ ചെയ്ത കുറേ സാധനങ്ങൾ നഷ്ടപ്പെടും കുറേ വൈകിയാൽ. അപ്പം നിങ്ങൾ അതിൻ്റെ വീടിൻ്റെ വർക്ക് വേഗം തുടങ്ങി എന്ന് പറഞ്ഞ് നിരന്തരം എന്നെ വിളിക്കുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഞാനാണ് പറഞ്ഞത് അതിലേക്ക് ഫണ്ട് വന്നതിന് ശേഷം ചെയ്താൽ മതി എന്നുള്ളിടത്തോളം. പക്ഷേ അവർക്കത് നിർബന്ധമായിരുന്നു ആ വീട് പൊളിക്കൽ. പക്ഷെ ഞാനത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ആ വീഡിയോ ചെയ്തതിന് ശേഷം മങ്കടയിൽ നിന്ന് എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ആ ചോദ്യങ്ങൾ ആദ്യം ഒന്ന് നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കും. ഇതാണ് ഫസ്റ്റ്. സീന ഐക്യരപടിക്ക് ഒരു തുറന്ന കത്ത്. ആ നാട്ടിൽ നിന്ന് എനിക്ക് നാട്ടുകാർ എഴുതി അയച്ചതാണ് കേട്ടോ. പ്രിയപ്പെട്ട സീന, നിങ്ങളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങളിലെ ധാരാളം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ആശ്വാസം കണ്ടെത്തിയിട്ടുണ്ടാകും. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് രംഗത്തിറങ്ങാൻ സാധിക്കാതിരുന്ന എന്നെപ്പോലുള്ള ആളുകൾ നിങ്ങളെപ്പോലുള്ള ആളുകളെ മാതൃകാ പ്രവർത്തനങ്ങൾ കണ്ട് സന്തോഷിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് ആ സന്തോഷത്തിന് അല്പം മങ്ങലേറ്റിയിട്ടുണ്ട്. നിങ്ങളിലുള്ള വിശ്വസ്തതയും ആദരവും ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ ഒരു നിർദ്ധര കുടുംബത്തിന് വീട് വെക്കാൻ നിങ്ങൾ നിർമ്മിച്ച വീഡിയോ കണ്ടപ്പോഴാണ് ഇത്തരത്തിൽ തന്നെയല്ലേ മുമ്പ് നിങ്ങൾ ചെയ്തു വച്ചിട്ടുള്ള പല വീഡിയോകളുടെയും നിജസ്ഥിതി എന്ന് സംശയം തോന്നിപ്പോവുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ ചെയ്തതിൽ സത്യസന്ധമായ വീഡിയോകൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ചെയ്ത വീഡിയോയുടെ യാഥാർത്ഥ്യം എന്തെന്ന് പച്ചയായി അറിയുന്നത് കൊണ്ട് നിങ്ങൾ മുമ്പൊക്കെ ചെയ്ത വീഡിയോയും ചാരിറ്റി പ്രവർത്തനത്തെയും സംശയത്തോടു കൂടി മാത്രമേ നോക്കിക്കാണാൻ എന്നെ പോലുള്ള സാധാരണക്കാർക്ക് സാധിക്കുള്ളൂ. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന അർഹതപ്പെട്ടവർ എന്ന് പറയുന്ന കുടുംബത്തിൽ എത്ര ആളുകൾ യാഥാർത്ഥ്യത്തിൽ അർഹതയുണ്ട് എന്ന് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമാണ്. തൊട്ടടുത്ത പ്രദേശത്ത് നിന്ന് ഞങ്ങളുടെ നാട്ടിൽ സ്ഥലവും വീടും വാങ്ങി നിങ്ങൾ ഭിന്നശേഷിക്കാരി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ത്രീ, അവർ നിങ്ങളുടെ വീഡിയോ ഷൂട്ടിൻ്റെ തൊട്ടു മുമ്പ് വരെ അയൽപക്കത്തുള്ള വീടുകളിൽ ഒരു ഭിന്നശേഷി ലക്ഷണവും കാണിക്കാതെ വളരെ ആരോഗ്യത്തോട് കൂടിയിട്ട് ഇടപഴകുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നേരിട്ട് കാണുന്ന ആളുകൾക്കിടയിലേക്കാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വ്യാജ വീഡിയോ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അപ്പം ആ ചോദ്യത്തിന് ഞാൻ ആദ്യം തന്നെ ഒരു ഉത്തരം തരാം. ഈ സ്ത്രീ എന്നെ വിളിക്കുമ്പോഴും എന്നോട് ഈ അടുത്തൊരു ദിവസം സംസാരിക്കുന്നത് വരെ ഈ പെണ്ണിന് ശ്വാസം കിട്ടാത്ത തോത് ഇങ്ങനെ വലിച്ചൂടായിരുന്നു എൻ്റെ മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നത്.
ഞാനും പല പ്രാവശ്യമായിട്ട് അവർക്ക് മരുന്നിന് പൈസ എടുത്ത് കൊടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലും കൊണ്ടുപോയി കാണിക്കുങ്ങൾ, ഈ രംഗം കണ്ട് നിൽക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എനിക്കൊരിക്കലും അറിയില്ലായിരുന്നു അവർക്ക് അങ്ങനത്തെ ഒരു അസുഖമില്ല എന്നുള്ളത്. എനിക്കറിയില്ലായിരുന്നു. എൻ്റെ മുന്നിൽ നിന്ന് ആ ഒരു രംഗമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ തുറന്ന് പറയുന്നത്. 2 പിന്നെ തുടർന്ന് വായിക്കാനും. 3-4 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളതിനേക്കാൾ വലിയൊരു വീട് വെക്കുവാനും നിർമ്മിക്കാനും മാത്രം സാമ്പത്തിക ശേഷിയുള്ള വ്യക്തിയായിരുന്നു ഈ സ്ത്രീ. അനന്തരാവകാശമായി കിട്ടിയ സ്വത്ത് വിറ്റ് ലക്ഷങ്ങൾ അക്കൗണ്ടിൽ നിക്ഷേപിച്ച് അതിൽ നിന്ന് തുച്ഛമായ പണം ഉപയോഗിച്ച് ഇപ്പോഴുള്ള വീടും സ്ഥലവും വാങ്ങി വരുന്ന സംഖ്യ മുഴുവൻ ഭർത്താവിന് മദ്യപാനത്തിനും മറ്റു പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ നൽകിയ സ്ത്രീയാണ് നിങ്ങൾ ഭിന്നശേഷിക്കാരി എന്ന് വിശേഷിച്ച സഹതാപ തരംഗം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഞാൻ ആ വീഡിയോ ചെയ്യുന്നതിൻ്റെ മുന്നേ പിന്നെ ഷാജങ്ക വലൈക്കും അസ്സലാട്ടോ. ഞാൻ കമൻ്റ് ഒന്നും വായിക്കുന്നില്ല. ഞാൻ ആദ്യം ഈ വിഷയങ്ങൾ ഫുള്ള് പറയാം കേട്ടോ. ഞാൻ ഈ ഇവർ ഭിന്നശേഷിക്കാരിയല്ല എന്നും അതുപോലെ തന്നെ ഭിന്നശേഷി വെച്ചാൽ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ കണ്ടു നിൽക്കുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യം എൻ്റെ മുന്നിൽ ഇങ്ങനെയാണ്. എൻ്റെ മുന്നിൽ ശ്വാസം മുട്ടിയോടാണ് നിൽക്കുന്നുള്ളത്. പിന്നെ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതിൻ്റെ മുന്നേ ഇവർക്ക് ആദ്യം ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നോ, അത് വിറ്റിട്ട് ലക്ഷങ്ങൾ ബാങ്കിൽ ഇട്ടിട്ടുണ്ടോ എന്നുള്ളോർത്തോളോ അതിനെക്കുറിച്ചൊന്നും യാതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നോടാരും പറഞ്ഞിട്ടുമില്ല. ഞാൻ ചെന്നപ്പോൾ പൊളിഞ്ഞു വീഴാറായി നിൽക്കുന്ന ഒരു വീടാണ് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്ന് ഞാൻ വന്ന സമയമായിരുന്നു. ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വീട് കണ്ടപ്പോൾ ഒരു അനുഭവം ആ നാട്ടിൽ ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അവർക്ക് ലക്ഷങ്ങൾ വിറ്റ വീട് വിറ്റതും ഇങ്ങനെ എന്താ പറയുക ബാങ്കിൽ ഇട്ടിട്ടുണ്ടെന്നും ആ പൈസ ഭർത്താവിന് മദ്യപിച്ചിട്ടും അവർ ദൂത്തടിച്ചും തീർത്തതാണ് എന്നുള്ളത് ഈ തുറന്നൊരു കത്ത് കിട്ടിയതിന് ശേഷമാണ് ഞാൻ അതിനെക്കുറിച്ച് അവരോട് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഇതിൽ ഒരന്വേഷണം നടത്തേണ്ട ഒരു ആവശ്യം വരാതെ വന്നത് അബ്ബാസ്ക അന്വേഷിച്ച വിഷയമാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനത് അന്വേഷിക്കാതെ നിന്നത്. അവർ പറഞ്ഞ വാക്കുമ്മലാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. പിന്നെ സീന ഇക്കരപടിയെ പോലുള്ള സാമൂഹ്യ പ്രതിബന്ധമുള്ള ഒരു സോഷ്യൽ വർക്കർക്ക് യോജിച്ചതല്ല ഈ രീതി. നിങ്ങളുടെ സുമനസ്സുകളും സാമൂഹ്യ പ്രവർത്തനവും മനസ്ഥിതിയും ചുറ്റുവട്ടമുള്ളവർ ചൂഷണം ചെയ്യുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യുന്നുണ്ട് എന്ന് ന്യായമായി സംശയിക്കേണ്ടതിരിക്കുന്നു. ഉചിതമായ നടപടി മേൽ പ്രശ്നങ്ങളുടെ ഭാഗത്തുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നാട്ടിലുള്ള ആളുകളുടെ ഒരു തുറന്ന കത്ത് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഈ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് 100% എനിക്ക് ഫാൾട്ട് ആ വിഷയത്തിൽ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. കാരണം ഞാൻ നേരിട്ട് പോയി അന്വേഷിക്കേണ്ട ഒരു വിഷയമായിരുന്നു അത്. പക്ഷെ ഞാനത് ചെയ്യാതെ പോയത് എൻ്റെ അടുത്ത് വലിയൊരു ഫാൾട്ട് തന്നെയാണ്. ഇനി എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് കേട്ടോ. ഇതുമായി സഹകരിക്കുന്നത് നിങ്ങളുടെ വീഡിയോ ഷൂട്ട് ചെയ്ത ദിവസം മങ്കട പഞ്ചായത്തിലെ ഒട്ടുമിക്ക വാർഡ് മെമ്പർമാരും പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. ആരും പങ്കെടുത്തില്ല. എന്തുകൊണ്ട്? ഈ ചോദ്യം ഞാൻ അവിടുന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവിടുത്തെ ആളുകൾ ആരും ഇതിൽ വന്നിട്ടില്ല? അപ്പോൾ അവിടെ കുറച്ച് അതിന് പകരമായിട്ട് ആളുകൾ വന്നിട്ടുണ്ട് എന്ന് അതിനോട് ബന്ധപ്പെട്ട ആളുകൾ വന്നിട്ടുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. കൊലപാതകത്തിനൊന്നും മറുപടി പറയാൻ കഴിയൂല. അങ്ങനെ ഇന്നോട് പോലും അറിയിക്കാതെ വേറൊരു വീട്ടിലേക്ക് മാറി വരും. അങ്ങനെ ഞാൻ അവിടുന്ന് അബ്ബാസ്കനെയും അഷ്റഫ്ഖനെയും അതുപോലെ തന്നെ അഡ്വക്കറ്റിനെ എല്ലാവരെയും കൂടി കയറ്റിയാണ്ട് ഇത് തീരുമാനമാണല്ലോ, ഇങ്ങനെ ആയോട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് കാറായിട്ട് പോകുമ്പോണ്ട് ആ പെണ്ണ് ഓട്ടോയിൽ വന്നാണ്ട് റോഡ് സൈഡിൽ ഒരു പോക്കറ്റ് റോഡ് മേലെ ഇറങ്ങുന്നു ആ വീട്ടിലേക്ക്. അപ്പം ഞാൻ കാറ് നിർത്തിയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ കാറിലേക്ക് കയറി, ഞാൻ നിങ്ങൾ വിളിച്ചതല്ലേ, നമുക്ക് ഈ വിഷയം എന്താ വെച്ചാൽ സംസാരിക്കണം, വീട് പണി തീർക്കണ്ട നമുക്ക് എന്ന് ചോദിച്ചു. ഞാൻ വരൂല എന്ന് ഇങ്ങനെ കുന്തിരിടുക്ക പെണ്ണ് കുന്തിരിത്താണ്ട് ഒരൊറ്റ പോക്കാണ്ട് പോയി. ആ പോക്കാണ്ട് പോയിട്ട് ഞാൻ അവിടെ നിന്നാണ് കാർ അവിടെ എവിടെയും സൈഡാക്കാൻ സ്ഥലമില്ല, വേറെ വണ്ടി വന്ന് ബ്ലോക്കായി. ലാസ്റ്റ് ഞാൻ കൊണ്ടുപോയാണ്ട് ഇതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒരു ഹോസ്പിറ്റൽ വണ്ടി സൈഡാക്കിയാണ്ട് ഇറങ്ങി വന്നപ്പോഴേ ഇവള് റോട്ടിലെത്തിയില്ല. അങ്ങനെ റോട്ടിൽ വരെ നടന്നു. അപ്പം ഞാൻ ഇവളോട് പറഞ്ഞു, നിങ്ങൾ വരി, ഇതൊന്നും സംസാരിക്കണ്ടേ, നിങ്ങളെ വീട് പണി എടുക്കണ്ടേ, ഇങ്ങനെ ആയാൽ എന്താ ചെയ്യുക
നിങ്ങൾ നാട്ടുകാരും കുടുംബങ്ങളില്ല, പള്ളി കമ്മിറ്റി ആരും സഹകരിക്കുന്നില്ല. ഞാൻ ഇതിൽ വന്ന് പെട്ട് കഴിഞ്ഞ് ഇതെങ്ങനെങ്കിലും ഒന്ന് പൂർത്തീകരിക്കണ്ട. എനിക്കെന്തൊന്ന് പൂർത്തീകരിച്ച് ഇവിടുന്ന് പോവണം. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ വീട്, എൻ്റെ ആവശ്യമൊന്നുമല്ലല്ലോ എന്നൊക്കെ ഇവരോട് പറഞ്ഞിട്ട് ഇവർ ഒരു നിലക്കും വരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാണ്, ഞാൻ നേരെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോവാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് നിങ്ങളെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങൾക്ക് ചിലവായ എല്ലാ കണക്കും CI മുഖാന്തരം ഞാൻ അത് ബോധ്യപ്പെടുത്തിയിട്ട് ഈ ദൗത്യത്തിൽ നിന്ന് ഇതുപോലെ ലൈവാണ്ട് ചെയ്തിട്ട് ഞാൻ ജനങ്ങളോട് സത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ട് ഞാൻ ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറുകയാണ് പറഞ്ഞാൽ. കാരണം എനിക്ക് നിങ്ങളെ പിന്നിൽ ഇങ്ങനെ കയ്യും കാലും പിടിച്ച് നടക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല പറഞ്ഞാൽ. അങ്ങനെ കണ്ടിന്യൂ അത് പറഞ്ഞപ്പോൾ വീട്ടിലേക്ക് വന്നതിന് ശേഷമുള്ള ഒരവസ്ഥ, ഇവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഇവരെ വീട്ടിൽ നിന്ന് നടന്നൊരവസ്ഥ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിനിപ്പം ബാക്കിൽ വെച്ചാൽ കാണുമോ നോക്കട്ടെ ആദ്യം. ഇന്ന് ബാക്ക് ക്യാമറ ഇട്ട് നോക്കട്ടെ, കാരണം സത്യങ്ങൾ മുന്നിൽ തുറന്ന് കാണിക്കണമല്ലോ. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ നോക്കട്ടെ കേട്ടോ, കാണുന്നുണ്ടോ ഒന്ന് പ്ലാൻ ചെയ്യട്ടോ. ഒന്ന് പുറത്ത് സംസാരിച്ചാൽ മതി. പുറത്ത് സംസാരിക്കുക കാര്യങ്ങൾ നാളെ അതിൻ്റെ പേരിൽ ഇതിന്റെ മുന്നേ 2 വീഡിയോ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. പുറത്തേക്ക് വരാതെ നിൽക്കുന്ന ഒരു വീഡിയോസിൻ്റെ അടുത്തുണ്ട്. സംസാരമൊന്നുമില്ല, കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുള്ളൂ. പച്ചങ്ങളൊന്നും അങ്ങളോട് ആരോ തീരുമാനം എടുക്കണെന്ന് പറഞ്ഞോളൂ. എന്നോട് പറയും ഓക്കെ, നമുക്കത് വാർക്കണ്ടേന്നാ ദോസ്ത് ചോദിക്കണം കേട്ടോ. അല്ല എന്തിനു കുറ്റപ്പെടുത്തണേ? എന്താ കാര്യം പറയും, കുറ്റപ്പെടുത്താനുള്ള കാരണം എന്താണ്? അല്ല ആ തറപ്പണിക്ക് ഇപ്പൊ എത്ര പൈസ ആയി എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? എത്രയായി നിങ്ങൾക്ക് നിക്ക് ഈ ആ പഞ്ചായത്തിൽ നിന്ന് എത്ര വന്നത്? ആര് ഇക്ക പറഞ്ഞിട്ട് കാര്യമില്ല. ആ വീട് പണിയെ തീർക്കാവുന്നതല്ലേ നിങ്ങൾക്കറിയില്ല? നിങ്ങളെ അക്കൗണ്ടിക്കല്ല പൈസ വന്നത് എത്ര? 6-8 കടന്നു കിടത്തിട്ട് തുടക്കം മുതലുള്ള കണക്ക് പറയട്ടെ. ആ പഞ്ചായത്തിൽ നിന്ന് എത്ര വന്നിട്ടുണ്ട്? അതല്ല, പഞ്ചായത്ത് നിങ്ങൾക്ക് ഇപ്പൊ എത്ര വന്നിട്ടുണ്ട്? ആ 8 എന്തായി? പഞ്ചായത്ത് നിങ്ങൾക്ക് 48 തന്നില്ലേ? കണ്ടില്ലേ? 48 പഞ്ചായത്ത് നിന്ന് തന്നിട്ടുണ്ട്. അത് 8 എന്ത് ചെയ്ത് അതറിയണല്ലോ. പഞ്ചായത്ത് എടുത്തോ? അത് പഞ്ചായത്ത് പുള്ളെടുത്തിന് പോലെ വിളിക്കേ 8 റുപ്യ എന്ത് ചെയ്തെന്നാണ്. കാരണം എന്തുകൊണ്ട് അറിയോ? പഞ്ചായത്ത് ഇവിടെ ഞാൻ വീഡിയോ ചെയ്തിട്ട് ജനങ്ങൾ പറഞ്ഞ വാക്ക് എന്താ അറിയോ? പഞ്ചായത്തിന് കിട്ടിയതിന്റെ ബാക്കി പണി ഇത് ഞങ്ങളോട് പറഞ്ഞാണ് പറഞ്ഞത്. അവിടെ ആ കുട്ടീനെ തല്ല കേട്ടോ. ഞങ്ങള് അവിടെ ചെന്നിട്ട് ചോദിച്ചേനെ ആ കുട്ടീനെ തച്ചത് കണ്ടപ്പോ തന്നെ എനിക്ക് ആകെ ഭ്രാന്ത് കേറിയിട്ടുണ്ട്. നാട്ടുകാരല്ല, നേരെ നാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാം, എന്നിട്ട് ഇത് തീരുമാനാക്കാം. എല്ലാത്തും എനിക്കിത് ഇങ്ങനെ പിന്നാലെ നടക്കാൻ ഇത് തലക്കേക്ക് കിടക്കണം. അല്ല, അതിന് മുന്നേക്ക് ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് പഞ്ചായത്ത് തന്ന പൈസ ഒക്കെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തെടുത്തന്നെ കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾ ഉണ്ടോ? എടുക്ക പൈസ കൊണ്ടെടുക്കോ? പഞ്ചായത്ത് പൈസ കൂടെ അപ്പൊ പിന്നെ നിങ്ങളെ പരിപാടി പഞ്ചായത്ത് നിങ്ങളെ പരിപാടിക്ക്
പഞ്ചായത്ത് തന്ന പൈസ നിങ്ങളെ പെരപ്പണിക്കുന്നതാണ്. ആ പഞ്ചായത്തിൽ നിന്ന് പൈസ തന്നത് നിങ്ങളെ വീട് പണിക്കുന്നതല്ലേ? വേണ്ട കേട്ടടാ, ഒരു കാര്യം ചെയ്യാം. നേരെ നാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുക. നാളെ വിളിച്ചിട്ട് നിങ്ങൾ ആ ബാങ്കിൽ നിന്ന് വന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നാളെ എടുക്കുക കേട്ടോ. നിങ്ങളോട് അടക്കി നിങ്ങളൊരു കാര്യം ചെയ്യാം. നാളെ പോലീസ് ആ സ്റ്റേറ്റ്മെന്റ് എടുക്കുക. സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് എന്ത് കാര്യം ചെയ്യാറിയോ, ആ സ്റ്റേറ്റ്മെന്റിന് ബാങ്കിന് എത്ര പൈസ വന്നിട്ടുള്ളത് അത് എത്ര വെച്ചാൽ ഓരോ കയ്യിൽ കണ്ട് കൊടുക്കുക. ആ തറപ്പണിക്ക് ഞങ്ങൾക്ക് ചെലവായിട്ട് എന്താ ഞങ്ങൾ ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യാം. ഓക്കെ കേട്ടോ. ഞാൻ ചെലക്കണ ഞാൻ ആ വീഡിയോ ചെയ്തിട്ടാണോ അറിയോ അറിയോ എന്റെ ടിക്കറ്റ് അറിയുന്നറിയാണോ എനിക്ക് അറിയാന്നുള്ളത്? എനിക്ക് എന്തറിയണം അതിനെ കുറിച്ചിട്ട്? അന്ന നാളെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേട്ടിട്ട് ബാക്കി എനിക്ക് ഞാൻ നാളെ ഒന്നു തരാം. അറിയോ പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുവന്ന പൈസ പേരെടുക്കാൻ പറ്റാതെ എനിക്ക് ഞാൻ നാട്ടുകാരോട് പിരിപ്പിച്ച് പൈസ ഉണ്ടാക്കി തരണല്ലേ? അറിയോ നാട്ടുകാരെങ്ങനെ തന്നെയാ 27 ചോദ്യങ്ങൾ ചോദിച്ച പേപ്പർ നാട്ടുകാർ തന്നത്. 27 ചോദ്യങ്ങളെ നിങ്ങൾ 24 ലക്ഷം റുപ്യക്ക് വിറ്റ പൈസ കണക്ക് ഇന്നോടാ ചോദിക്കണത്. അറിയോ അത് ശരി. പഞ്ചായത്തിൽ നിന്ന് തന്ന പൈസ ഇങ്ങോട്ട് പുട്ടിടാനും നാട്ടുകാരോട് പിരിപ്പിച്ച് പൈസ ഉണ്ടാക്കാനാണോ? കൂലി കൊടുക്കണ്ടേ? ഇത് ഇങ്ങനെ അബ്ബാസ്ക സംസാരിച്ച തീരൂല. ഇക്കോലാണ് ഇവിടെ സംസാരിക്കണത്. വാടക ഇന്ന് മുതലേ ഇവരെ വാടക ഇല്ല. ഇന്ന് മുതൽ നിങ്ങളെ വാടക ഞങ്ങളില്ല, കൊടുക്കൂല. കഴിഞ്ഞ് എന്ന് വിളിച്ച് മുന പറഞ്ഞ് ഞാൻ പറയും വാടക കൊടുക്കില്ല. നാളെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് തീരുമാനാക്കിയിട്ട് ലൈവ് ഇട്ട് ജനങ്ങളോട് പറയും ഇത്ര അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, ഇത്ര ഉറുപ്പിനെ പണി എടുത്തിട്ടുണ്ട്, ബാക്കി പൈസ ഇങ്ങോട്ട് വെച്ചോളി. എന്നിട്ട് ഓല അടവാടായി ഓല പാടായി. ആ ഈ അല്ലാത്ത അതന്നെ പണി, വേറെ വർത്താനില്ല കാണില്ല. നമുക്ക് സ്റ്റേഷൻ ഇവരോട് ഇങ്ങനെ വർത്താനം പറയാനില്ല. നമുക്ക് സ്റ്റേഷനിൽ വർത്താനം പറയാം. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് എടുക്കട്ടെ. സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് നിങ്ങളെ അക്കൗണ്ടിൽ എന്ത് പൈസ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ₹1 പോലും ഞങ്ങൾക്കാർക്കും വേണ്ട. അതിന് വന്ന ₹1 പോലും ഇവിടുത്തെ നാട്ടുകാർ വരാൻ സമ്മതിച്ചില്ല. ഈ കോല നിങ്ങളെ ഭർത്താവ് നിങ്ങൾക്ക് എങ്ങനെ വരാവും? ഈ കോല എങ്ങനെ വരാവും നിങ്ങൾക്ക്? ഒന്ന് ആലോചിക്കരുത്. ഈ കോലത്തില് അതിനനുസരിച്ച് ഇങ്ങോട്ട് വാശി പിടിച്ച് നിൽക്കുക. ഞങ്ങളെ പെട്രോൾ അടിച്ച് ഞങ്ങളിങ്ങനെ വരും ഇടക്കിടക്ക് അല്ലേ? അബ്ബാസ്ക നിങ്ങൾ എടുത്തിട്ടുണ്ട്, ബാക്കി പൈസ ഇങ്ങോട്ട് വെച്ചോളി. എന്നിട്ട് ഓല അടവാടായി ഓല പാടായി. ഇനി അല്ലാത്ത അതന്നെ പണി, വേറെ വർത്താനില്ല കാണില്ല. നമുക്ക് സ്റ്റേഷൻ ഇവരോട് ഇങ്ങനെ വർത്താനം നാട്ടുകാരെല്ലാം തന്നെയാ 27 ചോദ്യങ്ങൾ ചോദിച്ച പേപ്പർ നാട്ടുകാർ തന്നത്. എന്തോന്നായിപ്പോയി.